അമ്മേ, അവിടെ പോയിട്ട് ക്ഷേത്രത്തിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അച്ഛൻ്റെ അമ്മയുടെ ഡ്രസ്സൂടെ കിട്ടിയ ആ കാര്യം ക്ലിയർ ആയി. മോളെ, ഞാനതെല്ലാം ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോള് പോയി മോളെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്ക്. അതൊക്കെ രാവിലെ എഴുന്നേറ്റ് അച്ഛൻ റെഡി ആവാനുള്ള സെറ്റപ്പിലാ. എന്നാ ഞാൻ ഇനി അമ്മൂനെയും കൂടെ ഒന്ന് റെഡിയാക്കട്ടെ. ശരി മോളെ. അല്ല, ഇതെന്ത് ഉറക്കം മോളെ? എണീക്കേ, കുറച്ചും കൂടെ ഉറങ്ങിക്കോട്ടെ അച്ഛാ. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? ദേ 10 മണിക്കെങ്കിലും ഇറങ്ങിയാലേ നമുക്ക് 2 മണിക്കെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റൂ. എണീച്ചേ. ഈ അച്ഛന്റെ ഒരു കാര്യം. ഇതുവരെ എഴുന്നേറ്റില്ല നീ? ഞാൻ ഉണർന്നപ്പോ നിന്നെ വിളിച്ചല്ലേ, എന്നിട്ടും കിടന്നുറങ്ങിയല്ലേ? വന്നേ കുളിപ്പിച്ചു തരാം. അവള് കുഞ്ഞല്ലേ, നീ ഇങ്ങനെ വഴക്ക് പറയാതെ. ഈ അമ്മ അല്ലേലും ഇങ്ങനെയാ. ദേ, നിങ്ങൾ അവളെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. ശങ്കുചേട്ടൻ ആദ്യം പോയി റെഡിയാവ്. ഓ, ഉത്തരവ് മാഡം. വന്നേ. ചെല്. അമ്മുക്കുട്ടി എണീറ്റോ? ഇന്നലെ രാത്രി അച്ചാച്ചൻ പറഞ്ഞ മറന്നോ? എന്താ അച്ഛാ പറഞ്ഞേ? കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്താന്ന് അച്ചാച്ചന് വഴിപാടുണ്ടെന്ന്. അച്ഛനോ? അയ്യോ, അച്ചാച്ചനല്ലേ, എനിക്ക്. ഈ അമ്മയുടെ ഒരു കാര്യം. ട്യൂബ്ലൈറ്റ് ഇന്നലെ രാത്രി ഇരുന്നപ്പോ അങ്ങ് തോന്നിയതാ. കുഞ്ഞിന് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ നേർന്നതാ. അതെന്തായാലും നന്നായി. ഞാൻ ഇവളെ കൊണ്ടുവന്ന് റെഡിയാക്കട്ടെ. ഓ, ഇല്ല സാർ, അത് ഇന്നത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് ചേട്ടാ വിളിച്ചേ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. പിന്നെ എന്താ കാര്യം പറ. അത് പിന്നെ ഓഫീസിൽ നിന്നാണ് വിളിച്ചിരുന്നേ. ഇന്ന് ബ്രാഞ്ച് മീറ്റിംഗ്, എല്ലാവരും പങ്കെടുക്കണം. ഞാൻ നേരത്തെ ലീവ് പറഞ്ഞിരുന്നതാ. പുതിയ മാനേജർ ജോയിൻ ചെയ്തുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല. പ്രൊമോഷന്റെ കാര്യമല്ലേ. അപ്പം നമ്മുടെ യാത്രയോ? അമ്മയച്ഛനും കുറെ നാളുകൾക്ക് ശേഷം പുറത്തോട്ടൊക്കെ പോന്നെ. അവരൊക്കെ എന്ത് സന്തോഷത്തിലാന്നറിയോ? അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛാ, എല്ലാം ഞാൻ കേട്ടു. എൻ്റെ ജോലിയുടെ കാര്യമായതുകൊണ്ട് അച്ഛാ, പോയില്ലെങ്കിൽ എൻ്റെ പണി പോവും. ഇതൊക്കെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? നീ ഇപ്പൊ പറഞ്ഞിട്ട് എങ്ങനെയാ? അച്ഛാ, 2-3 പ്രാവശ്യം ഞാൻ മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല. അതിൻ്റെ ഒരു ചുരുക്ക് പുതിയ മാനേജർക്കുണ്ട്. മാത്രമല്ല, എൻ്റെ പ്രൊമോഷൻ റെഡിയായെന്നാണ് കേട്ടത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോവാം. നീ പറ്റുമെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ നോക്ക്. മീറ്റിംഗ് എവിടെയാ? സിറ്റി തന്നെ അച്ഛാ. എന്നാ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വണ്ടി കയറിക്കോ. ശരി. നമ്മളവിടെ എത്തിയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കാം. ശരി. പിറ്റേന്ന് ഒരുമിച്ച് ദർശനം നടത്താം. ഇറങ്ങാണേ. അവിടെ എത്തിയിട്ട് വിളിക്കണേ കേട്ടോ. ശരി. ഓക്കെ, ശരി.
ഒരു മിനിറ്റ്. ഉം. ഹലോ സാർ, ഇത് പുഷ്പാങ്കർ സാറിന്റെ വീടല്ലേ? ഇത് പുഷ്പാങ്കദന്റെ വീടല്ല, തുളസീദാസിന്റെ വീടാ. അങ്ങേരുടെ വീട് ദേ 1 കിലോമീറ്റർ അപ്പുറത്താ. മൂട് കട പോടേ. സോറി സാർ. ആരാ? ഓ, ഏതോ ഒരു വഴിപോക്കൻ. ചുമ്മാ ഓരോ മാരണങ്ങൾ. ആട്ടെ, വണ്ടി ഇവിടെ ഇട്ടു. ഇതുപോലെ ഓരോ മാരണങ്ങൾ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് കാർ ഞാൻ കുറച്ചപ്പുറം മാറ്റിയിട്ടിട്ടാ വന്നെ. ഒടുക്കത്തെ ബുദ്ധി തന്നെ. ബുദ്ധി മാത്രമല്ല, വേറെ പലതും കൂടുതലാ. മോളെ, ഒന്നകത്തോട്ടിരി. ഞാൻ ആരും നോക്കിട്ട് വരാം. ശരി. അളിയ നീ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന്? ഏ, ഒരു സംശയമായിരുന്നു. നിന്റെ അമ്മയച്ഛനൊക്കെ വണ്ടിയിൽ അങ്ങോട്ട് പോണുണ്ട്, നിന്നെ മാത്രം കണ്ടില്ല. അവരെല്ലാം ഗുരുവായൂർ പോയി. എനിക്ക് അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട്. നീ പോ. ഏയ്, അങ്ങനെ അങ്ങ് പോയാലേ. കുറച്ച് വെള്ളമെങ്കിലും കൊണ്ടുപോടാ കുടിക്കാൻ. നീ ഇവിടെ നില്ല്, ഞാൻ പോയി എടുത്തിട്ട് വരാം. വാ വാ. അടച്ച ഓഹോ, അപ്പൊ ഇതാണല്ലേ പരിപാടി. നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു കള്ള ലക്ഷണം തോന്നി. അളിയ, അത് പിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവച്ച് അടിക്കാണല്ലട തെണ്ടി. ഇതായിരുന്നു. ഇതെന്തിനി? അത് പിന്നെ 2 എണ്ണം അടിക്കാൻ വേണ്ടിട്ടേ. 2 എണ്ണം അടിക്കാൻ വേണ്ടി എന്തിനാ 2 ഗ്ലാസ്? അത് പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കാരണവന്മാർക്ക് കൊടുക്കാൻ എങ്ങനെ? ആ, കാരണവന്മാർക്ക് കൊടുക്കണം, അത് നല്ലതാ. നീ വേണമെങ്കിൽ 2 എണ്ണം അടി. ഓ, അതിന് എന്റെ ശുപാർശ വേണം. കറതൊക്കെ പോകണം. പറയാലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ അടുത്ത് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല. എനിക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. എനിക്ക് ഓഫീസിൽ പോകണം. പോയേ, വാ. കുറച്ചേരം ഇരുന്നിട്ട് പോവാളേ. ഓ, സോറി, കൂട്ടുകാരനാ, ഒഴിവാക്കാൻ പറ്റിയില്ല. ബോറടിച്ചല്ലേ? സാരമില്ല, വാ, നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. യവനെന്ന് ഞാൻ. കറണ്ട് ബില്ലാണ് 5250 രൂപ. ഓ, സന്തോഷം. സാധാരണ കറണ്ട് ബില്ല് കണ്ടതിന് ശേഷമാണ് ഞെട്ടി വേർക്കുന്നത്. നിങ്ങൾ അതിനു മുന്നേ വേർത്താം. ശരിയെന്നാ. ശരി, ശരി. ഞാൻ അന്നേ പറഞ്ഞല്ലേ സിറ്റിയിൽ എവിടെയെങ്കിലും റൂം എടുക്കാന്ന്. നീ എന്താ പറഞ്ഞ? ഇവിടെ സേഫാണ്, ഓണം കയറാമൂലയാണ്. എന്നിട്ടിപ്പോ എന്തായി? സോറി ഡിയർ, ഇവിടെ ഒരു പട്ടിക്കുഞ്ഞോലും വരാത്ത. നമ്മുടെ സമയം ശരിയല്ല, അതാ. എന്നാലേ ഇയാളുടെ സമയം ശരിയാകുമ്പോ നമുക്കിനി കാണാം. ഞാൻ ഇറങ്ങുക. അയ്യോ, ഇരിക്കേ, വേണമെങ്കല്ലേ. ഇനി ആരും വരില്ല. ഇവിടെ ഉള്ളവന്മാരൊക്കെ ജോലിക്കും കൂലിക്കും പോയി കിടന്നുറങ്ങുന്ന സമയം. ഇനി ആരും വരില്ലടോ.
ആടമ്മായി അച്ഛാ നീ മീറ്റിങ്ങിന് പോയില്ലേ? മീറ്റിംഗ് ക്യാൻസൽ അയച്ചാ. ആകെ അപലക്ഷണമായിരുന്നു. പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറായി, ട്രെയിനും മിസ്സായി. പിന്നെ ഞങ്ങൾ പോണ്ടാന്ന് വെച്ചു. എല്ലാം ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസം.